ഇപ്പോൾ വിനേഷ് ഫോഗട്ട് ഗോദയിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. വിനേഷ് ഫോഗട്ട് രണ്ടാം മത്സരത്തിൽ വിനേഷ് വിജയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ 6-6 ആയിരുന്നു, ഒരു അപ്പീൽ പോയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വി ബാലഗോപാലുണ്ട്. ബാലു, രണ്ടാം മത്സരത്തിലും വിനേഷ് വിജയം കൈവരിച്ചിരിക്കുന്നു അല്ലേ? രണ്ട് റൗണ്ടുകളാണ്. ഈ 2 റൗണ്ടുകൾ കൂടി പൂർത്തിയാക്കാൻ സാധിച്ചാൽ വിനേഷ് രാജ്യത്തിൽ തന്നെ ഏഷ്യൻ ഗെയിംസിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കാനാകും. എന്തായാലും നിർണായകമായിട്ടുള്ള രംഗങ്ങളിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ബാലു, കേൾക്കാമെങ്കിൽ രണ്ടാം മത്സരത്തിലെ റിസൾട്ട് എങ്ങനെയാണ്? വിനേഷ് ഫോഗട്ടിന്റെ വിജയം എന്താ മനസ്സിലാക്കുന്നത്? ഒരു 1-2 2 ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ വിനേഷ് 2 ഘട്ടങ്ങൾ പിന്നിട്ടു. ഇനി 2 ഘട്ടങ്ങളാണ് ഉള്ളത്. രണ്ടാം മത്സരത്തിലും വിനേഷ് ഫോഗട്ട് വിജയിച്ചിരിക്കും. വിനേഷ് ഫോഗട്ട് രണ്ടാം ഘട്ടത്തിലും വിജയിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാം കളിയിൽ ഹരിയാന താരം നിഷുവിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 7-6 വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ആ ചലഞ്ചിൽ വിനേഷ് ഫോഗട്ടിന് അനുകൂലമായ വിധിയാണ് അല്ലെങ്കിൽ ഉത്തരവാണ് ഈ അമ്പയർ പ്രഖ്യാപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിനേഷ് ഫോഗട്ടിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചത്. ഇനി 2 റൗണ്ട് കൂടി മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ വിനേഷ് ഫോഗട്ടിന് ഏഷ്യൻ ഗെയിംസിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും വാശിയേറിയ മത്സരം ഒരുപക്ഷെ ഇന്ന് രാവിലെ മുതൽ നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ഗോദയിൽ നടത്തിയതിൽ വെച്ച് ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിലൊന്നായിരുന്നു അല്പസമയം മുമ്പ് ഇവിടെ നടന്നിരുന്നത്. ഹരിയാന താരം നിഷു ആയിരുന്നു വിനേഷ് ഫോഗട്ടിന് കനത്ത മത്സരം അല്ലെങ്കിൽ കനത്ത ഒരു വെല്ലുവിളി ഏർപ്പെടുത്തിയിരുന്നത്. വിനേഷ് ഫോഗട്ടിന് 6-6 എന്ന തരത്തിലായിരുന്നു മത്സരം അവസാനിക്കുന്ന സമയത്ത് വിനേഷ് ഫോഗട്ടിനും നിഷുവിനും ഉണ്ടായിരുന്ന പോയിന്റ്. പിന്നീട് ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. ആ ചലഞ്ചിൽ അനുകൂലമായ തീരുമാനം, നിഷുവിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുകയാണ് ഉണ്ടായത്. ഏതായാലും മത്സരശേഷം ഇപ്പോൾ അടുത്ത മത്സരത്തിനായി വാമപ്പ് ചെയ്യുന്ന ഈ വിനേഷ് ഫോഗട്ടിനെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അനായാസേനമായ ഒരു വിജയമല്ല രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായത്. വലിയ തോതിലുള്ള വെല്ലുവിളിയാണ് ഈ ഹരിയാന താരം ഈ നിഷു വിനേഷ് ഫോഗട്ടിന് നൽകിയിരുന്നത്. 6-6, അതായത് ആദ്യം ലീഡ് നിഷുവിനായിരുന്നു. പിന്നീട് വിനേഷ് ലീഡ് തിരിച്ചു പിടിക്കാനുണ്ടായത്. ഇതിനുശേഷം നിഷു സമനില പിടിച്ചു. ഏറ്റവും ഒടുവിൽ സമനിലയുടെ സമയത്തായിരുന്നു ഒരു പോയിന്റ് സംബന്ധിച്ചുള്ള ചലഞ്ച് വിനേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ചലഞ്ച് അംഗീകരിക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് വിനേഷിന് രണ്ടാം റൗണ്ടിലും അല്ലെങ്കിൽ രണ്ടാം മത്സരത്തിലും ഇപ്പോൾ വിജയ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് സെമി ഫൈനലാണ്. സെമി ഫൈനലിന് ശേഷം ഫൈനലാണ് ഉള്ളത്. ആ 2 മത്സരങ്ങൾ കൂടി വിജയിച്ചാൽ മാത്രമാണ് വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ ഗെയിംസിലെ സെലക്ഷൻ ലഭിക്കുകയുള്ളൂ. ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെയല്ല, വലിയ തോതിലുള്ള മത്സരമാണ് രണ്ടാം ഘട്ടത്തിൽ. രണ്ടാം മത്സരത്തിൽ വിനേഷ് ഫോഗട്ടിന് ഈ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നേരിടേണ്ടി വന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മൂന്നാം മത്സരം അരമണിക്കൂറിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും.